friends, welcome to Accrete media. They കണ്ടില്ലേ നല്ല തലശ്ശേരി ദം ബിരിയാണി. ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പാനിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം. ഏകദേശം കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. ചെറുതീയിലിട്ട് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ കരിഞ്ഞു പോകുന്ന പേടിക്കണ്ടല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അത് ഇതുപോലെ കരിഞ്ഞു പോകാതെ തന്നെ കോരിയെടുക്കാം. ഏകദേശമൊക്കെ പാകമായിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സബോളയാണ്. സബോള നല്ല കനം കുറഞ്ഞതായിട്ട് അരിയണം. ഞാനിവിടെ 1.5 കിലോ ചിക്കൻ എടുത്ത കാരണം 1.5 കിലോ സബോളയാണ് എടുത്തുള്ളത്. അതിൻ്റെ പകുതി നമുക്ക് വറുത്തെടുക്കണം. നല്ല ബ്രൗൺ നിറമായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് സബോള നമുക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുക. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കണം. അതിൻ്റെ അല്ലിയൊക്കെ ഒന്ന് വേറിടാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. ബ്രൗൺ നിറമാകുന്ന വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. ഇനി ഈ പാൻ മാറ്റി വയ്ക്കാം. വേറൊരു പാൻ എടുത്ത് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കൂടെ സൺഫ്ലവറും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കുക. ഒരു പിടി സബോള മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇതിൽ ഇട്ട് കൊടുക്കാം. ഇത് ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി അരച്ചതും ഇഞ്ചി അരച്ചതും പച്ചമുളക് അരച്ചതും ചേർത്ത് കൊടുക്കാം. എല്ലാതും 2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1.25 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു വെള്ള നിറമായി ഉണ്ടാവും ചിക്കൻ്റെ നിറം. അപ്പോൾ അത് വെന്ത് വന്നു തുടങ്ങിയെന്നാണ് അർത്ഥം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പുതിന ഇല ഇട്ട് കൊടുക്കാം. കൂടെ മല്ലിയിലയും ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് തക്കാളി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തുള്ളത്. ഇനി ഇതിലേക്ക് 200 ml തൈരും ഒരു ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും.
ആ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അത് തുറന്ന് വെച്ച് തന്നെ വേവിച്ച് എടുക്കാം. വെള്ളം വറ്റുന്ന വരെ നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം. ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച സബോള പകുതി എടുത്തിട്ട് അത് പൊടിച്ച് ഇതിലേക്ക് ചേർക്കാം. കൈകൊണ്ട് തന്നെ നന്നായി പൊടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ പൊടിച്ചിട്ട് ഇനി ഈ ചിക്കനിലേക്ക് അത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം. ചിക്കൻ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിന് ഞാൻ 1 കിലോ കൈമ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ അളന്ന് നോക്കണം. അളവ് നോക്കിയിട്ട് വേണം നമുക്ക് വെള്ളം ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ. അത് 1.5 പാത്രം അരിയുണ്ട്. ഇനി അടിക്കാനുള്ള ഒരു പാത്രം വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 6 ഗ്രാമ്പു, 6 ഏലക്ക, അതുപോലെ 2-3 കറുവപ്പട്ടയുടെ ഇല ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സവോളയും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് അരിയുടെ 1.5 ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1.5 പാത്രം അരിക്ക് 2.25 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതുപോലെ ഒരു ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വയ്ക്കുക. ചെറുതീയിൽ വേവിച്ചെടുക്കുക. വെള്ളം വറ്റി വരുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫാക്കാം. ഇനി നമുക്ക് ഈ ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കനും റെഡിയായി, അതുപോലെ ചോറും റെഡിയായി. ഇനി നമുക്ക് എങ്ങനെയാണ് ദം ഇടണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ പാത്രം തന്നെയാണ് എടുക്കുന്നത്. അടിക്കാനുള്ള പാത്രം എടുക്കുന്നത് നല്ലതാണ്. അതിൽ ആദ്യം ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അത് നന്നായി എല്ലായിടത്തേക്കും പരത്തി റെഡിയാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ചോറിൻ്റെ പകുതി ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ മീതൊക്കെ ആയിട്ട് ചോറിൻ്റെ പകുതി നമ്മളിപ്പോൾ നേരത്തെ മാറ്റി വെച്ചില്ലേ, അതിന് പകുതി ചോറെടുത്ത് ഇതിലേക്ക് പരത്തി ഇട്ട് കൊടുക്കുക. വറുത്ത് വെച്ച സബോളയുടെ പകുതി എടുത്ത് ചോറിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. അതുപോലെ തന്നെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് അതിൻ്റെ പകുതി എടുത്ത് ചോറിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. അതുപോലെ തന്നെ മുന്തിരിയും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഗരം മസാലപ്പൊടി വിതറി കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയില കുറച്ചെടുത്ത് വിതറി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തെളിച്ച് കൊടുക്കണം. ഇതൊക്കെ തെളിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറെല്ലാം പരത്തിയതിന് ശേഷം നമുക്ക് ഇനി ചോറിന് കളർ കൊടുക്കണം. അതിനായിട്ട് കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന റോസ് വാട്ടർ കുറച്ചെടുക്കുക. അതിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചോറിൻ്റെ മുകളിലേക്കായിട്ട് കുറേശ്ശെയായിട്ട് തെളിച്ച് കൊടുക്കാം. തെളിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ സബോളയുടെ ബാക്കിയുള്ളത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. അതുപോലെ മുന്തിരിയും ഇട്ട് കൊടുക്കാം.
ഗരം മസാലയുടെ പൊടി നമുക്ക് വിതറി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി മൈദ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ചിട്ട് ഇതിൻ്റെ അരികത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് മൂടാം. ദമ്മിടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു നല്ലൊരു ഭാരമുള്ള ഒരു എന്തെങ്കിലും ഇതിൻ്റെ മുകളിലേക്ക് വെക്കണം. ഇനി അരികൊക്കെ ഒന്ന് എയർ പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ചെറുതീയിൽ അങ്ങനെ ഇരിക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ദമ്മ് പൊട്ടിക്കാൻ പോകണം. എന്താ മണം! നല്ല അടിപൊളി തലശ്ശേരി ദം ബിരിയാണി തന്നെ. നല്ല ചിക്കൻ്റെ നല്ല അടിപൊളി ബിരിയാണി. നമുക്കിതൊന്ന് ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി നല്ല കളറൊക്കെ എല്ലായിടത്തേക്കും ആക്കണം. അതിന് ഇളക്കി കഴിഞ്ഞ് കുറച്ച് ചോറെടുത്ത് ഒരു പാത്രത്തിലിടുക. എന്നിട്ട് ചിക്കൻ അടിയിലാണ് കിടക്കുന്നത്. അടിയിൽ നിന്ന് ചിക്കൻ എടുത്ത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു പ്ലേറ്റ് വെച്ച് കമിഴ്ത്തി എടുക്കുക. ഇപ്പോൾ നമ്മുടെ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.